അവൻ പറയുന്ന നീ ഇവിടെ കേട്ടതല്ലേ? തോട്ടുകൽ ബിൽഡേഴ്സ്, റിയൽ എസ്റ്റേറ്റ്. അതാണ് കച്ചവടം. എന്നാലും അവനെ സമ്മതിക്കണോ അല്ലേടി? ഈ ചെറുപ്രായത്തിലെ ഈ കരയിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളല്ലേ അവൻ ചെയ്തിരിക്കുന്നത്. അത് ശരിയാ. ഈ കരയിലെന്നല്ല, ഒരു കരയിലും ആരും ചെയ്യാത്ത പ്രവൃത്തിയാ അവൻ ചെയ്തത്. നിങ്ങൾ എന്തോ മനുഷ്യ പറഞ്ഞു വരുന്നേ? അല്ലടി, നമ്മുടെ ബാബുക്കുട്ടനെ അവൻ എന്റെ കൂടെ ഉണ്ടെങ്കിലേ ഈ കരയിൽ ഞാൻ ഞെളിഞ്ഞ് നടക്കും. വെറും ശാന്തപ്പനായല്ല, ശാന്തപ്പൻ മുതലാളിയായിട്ട്. അവന്റെ കയ്യിലെ കാശ് കണ്ടിട്ടാണോ നിങ്ങൾ മുതലാളി ചമഞ്ഞ് നടക്കാൻ പോകുന്നത്? അതല്ല അവൻ ഇന്ന് എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നേ. എന്ത്? അവൻ ഈ റേഞ്ചിലെ ഷാപ്പ് മുഴുവൻ ലേലത്തിൽ പിടിച്ച് കച്ചവടം തുടങ്ങാൻ പോവാടി. എന്നിട്ട് എന്തിനാ അവിടുത്തെ കള്ളു മുഴുവൻ കുടിച്ചു പറ്റിക്കാനോ? ഒന്ന് പോടി അവിടുന്ന്. അതെ, TS 110, TS 225, TS 220 സകല ഷാപ്പുകൾ അവൻ ലേലത്തിൽ പിടിച്ച് കച്ചവടം തുടങ്ങാൻ പോവാ. പിന്നെ തോട്ടമൊക്കെ ഷാപ്പ്. അതെന്റെ ഒരു സ്വപ്ന. അതെന്നോട് നോക്കി നടത്തിക്കൊള്ളാൻ പറഞ്ഞേക്കാ. നല്ല നാട്ടുകാർക്ക് കുടിക്കാനെങ്കിലും കുറച്ച് കള്ള് മാറ്റി വെച്ചേക്കണേ. ഒന്ന് പോടി അവിടുന്ന്. പിന്നെ നമ്മുടെ ബാബുക്കുട്ടനില്ലേ, അവനൊരു താറാവ്. മുട്ടയിടുന്ന താറാവ്. അതും വെറും മുട്ടയല്ല, പൊന്മുട്ടയിടുന്ന താറാവ്. ഡീ കുഞ്ഞോളെ, അവനെ വിടാതെ നമുക്ക് പിടിക്കണം. ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് ഒരു കാര്യം എനിക്ക് ഉറപ്പായി. എന്ത്? ചാരു ബാബുക്കുട്ടനെ കിട്ടാൻ തലകുനിക്കാൻ സാധ്യതയില്ല. ആ കുരുത്തം കെട്ട ചെറുക്കന് വേറൊരു സ്ഥലവും കിട്ടിയില്ല മാല പൊട്ടിക്കാൻ. അതും പോരാഞ്ഞ് ടാറ്റു കാണിക്കാൻ വേണ്ടി അവളുടെ മുമ്പിൽ ഷർട്ട് ഊരി നിന്ന് കൊടുത്തു. കുഞ്ഞോളെ, നീ എന്ത് വർത്താനാടി പറയുന്നേ? അവൻ മാല പൊട്ടിച്ചെന്നാ? അവൻ കള്ളനെന്നാ? അവൻ സകല നിരപരാധിത്വം ഇന്ന് പറഞ്ഞതല്ലേ? മാത്രമല്ല കോടതി വരെ പറഞ്ഞല്ലോ അവൻ നിരപരാധിയാണെന്ന്. എന്നിട്ട് സ്വന്തം ചോര നീ പറയുന്നു അവൻ കള്ളനാണെന്ന് അല്ലേ? സ്വന്തം ചോര എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്.